അത് ഇന്നത്തെ കാലഘട്ടത്തിൽ സമ്പത്തിൻ്റെ പുറകെ ഓടുന്ന ഒരു ലോകമാണ്. അത് സമ്പത്തിൻ്റെ കനം കൂടുന്തോറും അത് പിടിച്ചു വയ്ക്കാനും അതിൻ്റെ പുറകെ ഓട്ടത്തിൻ്റെ സ്പീഡും കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ആസ്തി വരുന്ന ഈ ഒരു ഇത്തരത്തിലൊരു സേവനത്തിന് വേണ്ടി അച്ഛൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായത്. എങ്ങനെയാണ് അതിനകത്തേക്ക് എത്തിയത്? അല്ല, അത് അപ്പൻ്റെ ആഗ്രഹമാണ്. അപ്പന് ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടുള്ള ഫാമിലിയായിരുന്നു. അപ്പൻ മിലിറ്ററി പോയി കല്യാണത്തിനൊക്കെ മുമ്പ്. മിലിറ്ററിയിൽ നിന്ന് തിരിച്ചു വന്ന് അധികം കാലം അവിടെ ഉണ്ടായില്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അപ്പന് പോരണ്ട് വന്നു. അപ്പനവിടെ സെക്കൻഡ് വേൾഡ് വാറിൽ ഫീൽഡിലായിരുന്നു. സർജിക്കൽ സെക്ഷനിലെ അസിസ്റ്റൻ്റായിരുന്നു. ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആൾ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നിട്ട് പിന്നെ ഫാർമസി പാസ്സായി. ഫാർമസിസ്റ്റ് എടുത്തു മദ്രാസിൽ നിന്ന്. പിന്നെ ഇവിടെ ചാവക്കാട് ഈ കാലത്ത് ഡോക്ടർമാരോ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ ഗുരുവായൂർ 2 രൂപ ഒരു വാടക കൊടുത്തൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ സമയത്താണ് ഇവിടെ ചാവക്കാട് പ്രദേശത്ത് ഒരു ചെറിയ പലക അടിച്ച ഒരു ചെറിയ പെട്ടിക്കട, ഒരു ബൂത്ത് പോലെ, എക്സാക്ട്ലി ബൂത്ത് പോലെ 1 മീറ്റർ സ്ക്വയറുള്ള അതിനകത്തായിരുന്നു ആ ഇരുന്നിരുന്നത്. രോഗികൾ പുറത്ത് വെക്കായിരുന്നു. മരുന്ന് എഴുതി കൊടുക്കും, അവർക്ക് മരുന്ന് കൊടുക്കും ചിലതൊക്കെ. അങ്ങനെ പോയി. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്പെൻസറി പ്ലസ് ഫാർമസി, ഡ്രഗ്സ് ആൻഡ് കെമിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിപുലമായ രീതിയിൽ തുടങ്ങാനായിട്ട് അപ്പന് സാധിച്ചു. അതിനൊക്കെ സഹായിച്ചിട്ടുള്ളത് ചാവക്കാട് ദേശത്തുള്ള മുസ്ലിം സഹോദരങ്ങളാണ്. ഇവിടെ 100% മുസ്ലിംസാണ്. ഞങ്ങളാണൊരു ക്രിസ്ത്യൻ ഫാമിലി ഇവിടെ അക്കാലത്ത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ ഡിമാൻഡാണ്. ജോൺ വൈദ്യർ, ഡോക്ടറും വൈദ്യരെന്നൊക്കെ അവർ വിളിക്കും. അപ്പോത്തിഗിരി എന്ന് വിളിക്കും പണ്ടത്തെ കാലത്ത്, അങ്ങനെയുള്ളവരെയൊക്കെ. അപ്പോൾ അവരുടെ ഇവിടെ ഉണ്ടായിരുന്ന 4 മൂപ്പന്മാരായിട്ടുള്ള മുസ്ലിം ലീഡേഴ്സ്, അവരുടെ ഡിമാൻഡാണ് ജോൺ വൈദ്യർ ഇവിടെ വേണം, രാത്രി ഞങ്ങൾക്ക് വേണം, പോയാലേ എന്തെങ്കിലും വന്നാൽ ആരുമില്ല. അപ്പോൾ അപ്പം അതിനെപ്പറ്റി ചിന്തിച്ചത് അവർ തന്നെ മുൻകൈ എടുത്തിട്ടാണ് ഈ സ്ഥലം 17 സെൻറ്റോളം സ്ഥലം ഒരു മുസ്ലിം സഹോദരി താമസിക്കുന്ന സ്ഥലമാണ്. 4000 രൂപയ്ക്ക് അപ്പനെ മേടിക്കാനായിട്ട് അന്ന് അവർ സഹായിച്ചു. പൈസ അപ്പനെ കൊടുത്തെന്നുണ്ടെങ്കിലും കൂടിയിട്ട് അത് അന്ന് മേടിക്കുക അസാധ്യമായിരുന്നു അപ്പനെ. പക്ഷേ അത് ദൈവം അങ്ങ് നടത്തി തന്നു. ഇന്നിപ്പോൾ അതിപ്പോൾ 4 കോടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നുന്നില്ല. ആ സമ്പത്ത് തിരിച്ച് തമ്പുരാനോട് കൊടുക്കണം എന്നാണ് അപ്പൻ്റെ ആഗ്രഹം. ദൈവം തന്നതാണ്, ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് കൊടുക്കാം.